ഡി ഈ ജനലിലെ കഥയൊക്കെ തുറന്നിട്ടിരിക്കായിരുന്നു അല്ലേ? നിനക്കെന്താ വിവരമില്ലാനു? അന്യ ആണുങ്ങൾ വിരുന്നുകാരായിട്ട് താമസിക്കുന്ന വീടാത്. ജനല് വാതിലൊക്കെ തുറന്നിട്ടിട്ടാണോ ഡ്രസ് മാറുന്നത്? ചേച്ചി, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഒരൊറ്റ വീക്ക് എന്നാലുണ്ടല്ലോ, ശ്രദ്ധിച്ചില്ല പോലും. നീ കൊച്ചുകുട്ടിയല്ല, അത് ഓർമ്മ വേണം. ജനല് കുറ്റിയിടറി. ഈ ഡോർ അടച്ചിട്ട് വേണം ഡ്രസ് മാറ്റാൻ. കേട്ടല്ലോ? ഞങ്ങളിവിടെ നിൽക്കുന്നതിൽ ബാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. അല്ലാതെ ഇത്തരം വർത്തമാനങ്ങളൊന്നും വേണ്ട ബാല. നീ എവിടെ ഇരിക്ക പരമേശ്വര? എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? പിന്നല്ലാതെ അവൻ പറഞ്ഞത് അമ്മ കേട്ടില്ലേ? തൊട്ടടുത്ത് തന്നെ നമുക്ക് വേണ്ടി ഒരു വാടക വീട് എടുത്തു തരാമെന്ന്. എന്താ ഇതിന്റെ അർത്ഥം? പറ. ഞാൻ ആ ഉദ്ദേശത്തോടെ പറഞ്ഞതല്ല. നിങ്ങൾക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സൗകര്യമുള്ള മറ്റൊരു വീട് തരപ്പെടുത്തി തരാമെന്ന് കരുതി. അത്രേ ഉള്ളൂ. തൽക്കാലം ബാലന്റെ പക്ഷത്ത് നിന്നേ ഉള്ളൂ. എന്നാലും അങ്ങനെ പറയണ്ടായിരുന്നു ബാല. സമ്മതിച്ചു. അങ്ങനെ ചോദിച്ചത് ഞാൻ ചെയ്ത ഒരു വലിയ തെറ്റ് തന്നെയാണ്. ആ ചോദ്യം അപ്പാടെങ്ങനെ പിൻവലിച്ചിരിക്കുന്നു. എന്താ പോരെ? മോളെ, നിന്നെ കണ്ടില്ലല്ലോ എന്ന് ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. എവിടെ പോയിരുന്നു? ചാരുമോള് ഈ ലോകത്തൊന്നും അല്ലാന്ന് തോന്നുന്നല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല. അങ്കിളിനോട് കള്ളം പറയല്ലേ മോളെ. ആ മുഖം കണ്ടാൽ അറിയാം എന്തോ ഒരു പ്രശ്നം കിടന്ന് അലട്ടുന്നുണ്ട് എന്ന്. എന്തു പറ്റി? അത് വേറൊന്നുമല്ല. രാത്രിത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കാന്ന് കരുതി. പക്ഷെ കറി എന്ത് വേണമെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. കറി എന്തു വേണോന്നൊക്കെ ഇങ്ങനെ പരിസരം മറന്ന് ആലോചിക്കൂ. അക്കാര്യത്തിൽ സംശയം വേണ്ട. ഏത് സമയത്തും ഭക്ഷണ കാര്യത്തെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അവൾക്ക്. അക്കാര്യത്തിൽ ഞാനും ചാരു ഒരുപോലെ. ഏത് സമയത്തും ഭക്ഷണത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അതിലൊരു വ്യത്യാസമുണ്ട്. ചാരു ചിന്തിക്കുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെ രുചികരമായ ഭക്ഷണം തൃപ്തിയോടെ ഉണ്ടാക്കി വിളമ്പാന്നാണ്. നിന്റെ ചിന്ത അതെങ്ങനെ വെട്ടി വിഴുങ്ങാന്നുള്ള കാര്യത്തിൽ മാത്രമല്ലേ? അല്ല മോളെ, മോളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഈ വരുന്ന ജനുവരിയില് 10 വർഷം തികയും. ആഹാ, 10 വർഷമായിട്ടും ഇതുവരെ കുട്ടികളൊന്നും ആയില്ലേ? എന്തു പറ്റി മോളെ? ആശുപത്രിയിലൊന്നും ഇതുവരെ കാണിച്ചില്ലേ? എന്താ കുഴപ്പം? ആർക്കാ പ്രശ്നം? മാറിയും തിരിഞ്ഞും പല ഹോസ്പിറ്റലുകളിലും കാണിച്ചതാ. ഡോക്ടർമാരെല്ലാം ഒറ്റ മറുപടിയെ പറയൂ, 2 പേർക്കും ഒരു കുഴപ്പമില്ലാന്ന്. എന്തൊക്കെ പറഞ്ഞാലും അവസാന തീരുമാനം എടുക്കേണ്ടത് മുകളിലിരിക്കുന്ന ആളല്ലേ. ഇവർക്ക് കുഞ്ഞുങ്ങൾക്ക് സമയമായെന്ന് ദൈവത്തിന് ഇതുവരെ തോന്നിയിട്ടുണ്ടാവില്ല. ബാലന്റെ ആൺമക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലം ആയോ? ഇളയവന്റെ കല്യാണമായിരുന്നു ആദ്യം കഴിഞ്ഞത്. പിന്നീടായിരുന്നു മൂത്തവന്റേത്. അത് കഴിഞ്ഞിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പൊ കണക്ക് പറഞ്ഞ ചാരുമോളാണ് മൂത്ത മരുമകള് അല്ലേ? ചാരുമോൾക്കും ഇതുവരെ കുട്ടികളൊന്നും ആയില്ലല്ലോ അല്ലേ? അല്ല, അവസാനം വന്ന മരുമോൾക്കെങ്കിലും എന്തെങ്കിലും വിശേഷം ഉണ്ടോ ഇപ്പോ? ഒന്നും ആയിട്ടില്ല. അത് വലിയ കഷ്ടമായി പോയല്ലോ ബാല. ഇത്രയും വലിയൊരു കുടുംബം ഉണ്ടായിട്ടും
ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം ഉണ്ടായില്ല എന്ന് പറയുമ്പോ അത് വലിയ സങ്കടം തന്നെയാ. ഹേമ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തന്നെയാ എനിക്കിപ്പോ തോന്നുന്നത്. ഇതാരുടെയും കുഴപ്പം കൊണ്ടല്ല. ആയിരപ്പറ കുടുംബത്തിൽ ഭാവി തലമുറ വേണ്ട എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനം തന്നെ ആയിരിക്കും.